ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടാൻ പോകുന്നത്. കുറേ എന്ന് വെച്ചാൽ ആക്ച്വലി 2 years ആയി. ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ കണ്ടുകൊണ്ട് എടുക്കാമായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വീഡിയോ ഇടാനുള്ളൊരു ആഗ്രഹം ഇങ്ങനെ പൊട്ടിമുളച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആ വീഡിയോ ഇങ്ങനെ ഫുൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഇതേ ഒരു സമയം 2 years ബാക്കാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇതേ ഒരു സമയം എന്ന് പറയാൻ കാരണം ഈ മാസം, ഇത് ഓഗസ്റ്റ് മന്താണ്, ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ഇട്ടേക്കുന്ന വീഡിയോയിൽ ലാസ്റ്റിൽ ഇങ്ങനെ നോക്കിയാൽ ആ ബർത്ത്ഡേ ബാനറും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ബാക്കിൽ കാണാം. അപ്പം ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഏകദേശ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നത് UK-യിലായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒരു ഇത് പ്രകാരം മേ ബി ഞങ്ങൾ UK-യിൽ സെറ്റിൽ ആവുന്ന ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഓക്കെ, എല്ലാം പ്ലാനൊക്കെ ചേഞ്ചായി. ഞങ്ങളിപ്പോൾ ദുബായിലാണ്. ഇപ്പോൾ ദുബായിൽ ഇന്ന് അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ടോട്ടലി എവറിത്തിങ് ചേഞ്ച്ഡ്. എൻ്റെ ജോലി മാറി, എൻ്റെ വയസ്സ് മാറി, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ജീവിതത്തിൽ കുറേ ആൾക്കാർ വന്നു, കുറേ ആൾക്കാർ പോയി, കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചു, കുറേ ചീത്ത കാര്യങ്ങൾ സംഭവിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു. ഓക്കെ, അപ്പം എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടീവ് എന്ന് വെച്ചാൽ ആക്ച്വലി ആ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. ലൈക്ക് 2 years ബാക്ക് ഉള്ള എന്നെ കണ്ടു, എൻ്റെ സംസാര രീതികൾ ഞാൻ കേട്ടപ്പോൾ ഐ ഡോണ്ട് തിങ്ക് എനിബഡി കുഡ് ബി ദാറ്റ് ഹാപ്പി അബൌട്ട് മീ. The only person who was happy or who is still happy to watch that video is still me. So എനിക്ക് എൻ്റെ ഒരു 2 years ബാക്കുള്ള വെർഷൻ ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. സോ ഐ തോട്ട് ഓക്കെ, ഈവൻ ഇഫ് നോബഡി ഈസ് വാച്ചിങ്, ഈവൻ ഇഫ് ഐ ഡോണ്ട് കെയർ അബൌട്ട് who watch or who criticize or whatever, I just want to film myself and keep it for myself at least. അത്ര തന്നെ. സോറി, അത്രയല്ല. ആൻഡ് ഐ വോണ്ട് ടു ടെൽ വൺ മോർ തിങ്. മുമ്പ് ഈ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് അനു അപർണ വ്ളോഗ്സ് എന്നായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി ക്യാബിൻ ക്രൂ ലൈഫ് ഓഫ് അനു എന്നാക്കിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ ഐ ചേഞ്ച്ഡ് ഇറ്റ് ടു ക്യാബിൻ ക്രൂ ലൈഫ് ഓഫ് അനു. ബിക്കോസ് സംടൈംസ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടൻസ് ഇടുമ്പോൾ ഞാൻ കൂടുതലും ഈ ക്യാബിൻ ക്രൂ റിലേറ്റഡ് കണ്ടൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഇടാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പേര്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ അനു അപർണ വ്ളോഗ്സ്, അനു, ഞാനും അപർണ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഐ ഡോണ്ട് നോ ഇഫ് ഷീ വോണ്ട് ടു സ്റ്റാർട്ട് ഹെർ ഓൺ പേജ് ഓർ വാട്ട് ഈസ് ഹെർ ഇൻറ്റൻഷൻസ് ഓർ വാട്ട് ഈസ് ഹെർ തോട്ട്സ് അബൌട്ട് ഹാവിങ് എ യൂട്യൂബ് ചാനൽ. ഐ ഡോണ്ട് നോ. അപ്പം ചിലപ്പോൾ അവൾക്ക് വേണമെങ്കിൽ അപ്പം ഈ അപർണ ഇങ്ങനെ അവൾ മുറിച്ചുകൊണ്ട് പോകും. അപ്പം അവൾ മുറിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അവളെ പുറത്താക്കി ഞാൻ തന്നെ അവളെ ഇതൊന്ന് പുറത്താക്കി. ഇത് എൻ്റെ മാത്രം ചാനലായിട്ട് ലോങ് ടൈം ഒക്കെ ഞാനത് ഏറ്റെടുത്തു. പക്ഷെ പേരിൽ ഞാനത് മാറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഞാനത് പേരിൽ മാറ്റി. കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ഒരു ചിന്ത ഉണ്ടായി. 100% ഇതൊരു ഓവർ തിങ്കിങ് ആണ്. അതായത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഓക്കെ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ഇത്ര വ്യൂസായി, നമുക്ക് ഇത്ര ഇങ്ങനെ മോണിറ്റൈസേഷനൊക്കെ വന്നു, ഇങ്ങനെ ക്യാഷൊക്കെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞ് പോയി. ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് ടുഗദർ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും അവളെ നമുക്ക് ഫ്രീ ആക്കി വിട്ടേക്കാം എന്നുള്ളൊരു തോട്ട് ഇന്നലെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ അതും ഇതുമായിട്ടൊരു ബന്ധമില്ല, ഞാനത് മാറ്റി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഫ്രം ക്യാബിൻ ക്രൂ ലൈഫ് ഓഫ് അനു. ഓക്കെ, അപ്പോൾ ടുഡേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഐ ഡോണ്ട് നോ ഹൗ ടു ബിഗിൻ, വെയർ ടു എൻഡ് ഓർ വാട്ട് ടു ഡു ഇൻ ദിസ് വീഡിയോ, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ക്യൂരിയസ് ഓർ ഇൻട്രസ്റ്റിംഗ് ഫോർ ഹൂവർ ഈസ് വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ രാവിലെ എണീറ്റു. ഞാൻ എപ്പോഴും വീഡിയോയിൽ മെയിനായിട്ടും ഞാനിങ്ങനെ വീഡിയോ ഇടാത്തതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എസ്തെറ്റിക്സ് തപ്പി പോകും. അതായത് അയ്യോ ഇവിടെ ഒരു ഭംഗിയില്ല, അവിടെ ഒരു ഭംഗിയില്ല, അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല,
എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണു എന്നെനിക്കറിയില്ല. ഐ തിങ്ക് ഇപ്പോൾ കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേർക്കും ആ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ കണ്ടൻസ് എടുക്കുമ്പോൾ എസ്തറ്റിക് കണ്ടൻസ് എടുക്കണം, അങ്ങനെ ഇട്ടാലേ ആൾക്കാർ കാണുള്ളൂ. ആ ഒരു ഇൻഫ്ലുവൻസ് ഷുവർലി എനിക്കും ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പല പല കാരണങ്ങളിൽ വീഡിയോ എടുക്കാറില്ല. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് വീടിന് ഏതൊരു കോലത്തിലായാലും ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കും എന്ന് കരുതിയിട്ട് ഞാനിന്ന് ഉറക്കപ്പായിന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. സോ ദിസ് വീഡിയോ ഈസ് മോർ കൈൻഡ് ഓഫ് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേയ്സ് യൂഷ്വലി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോണും വെച്ചിട്ട് ഞാനിങ്ങനെ ബെഡിൽ കിടക്കും. ടുഡേ ഫോർ എ ചേഞ്ച് സിൻസ് ഐ എം ഷൂട്ടിങ് എ വീഡിയോ ഞാൻ എണീറ്റിട്ട് ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ ഇനി എന്തെങ്കിലും ഒക്കെ പല്ലൊക്കെ തേച്ച് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തുണി വാഷ് ചെയ്യാനുണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീടൊന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പം ഇതൊക്കെ ആയിരിക്കും ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിങ്ങനെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. ബൈ ദ എൻഡ് ഓഫ് ദ വീഡിയോ അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുന്നത് കൊണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കട്ടെ. അപ്പം നമുക്ക് പോയിട്ട് വെള്ളം നിറയ്ക്കാം. അപ്പോൾ യു എയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും ഇതെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇതിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഈ സാധനം ഞാനിപ്പോൾ വെള്ളം എടുക്കാൻ വന്നാലും ഇതപ്പം തന്നെ ഊരിപ്പോകും. പിന്നെ അത് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആ ബോട്ടിലിനകത്ത് വെച്ചിട്ട് വേണം വീണ്ടും പുഷ് ചെയ്ത് വെള്ളം എടുക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെ പറയുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാരെങ്കിലും വിചാരിക്കും ഇവളെന്ത് തന്നെയാണ് ഈ പറയുന്നത്, പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മനുഷ്യൻ. വേറെ എന്തൊക്കെയാ പറയാനുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളായി എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എൻ്റെ അടുത്ത്. അപ്പം അതൊക്കെ ക്ഷമിക്കുക. ഇനി ഫ്യൂച്ചറിൽ ഞാൻ നാളെ വീഡിയോ ഇടുമോ, അത് ഞാനിനി അടുത്ത 2 വർഷം കഴിഞ്ഞ് വരുമോ എനിക്കറിയില്ല. അപ്പം എന്താണ്, അപ്പം അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും കണ്ടിരിക്കാമല്ലോ ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളും. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ ആക്ച്വലി ഒരു 13-14 കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആകപ്പാടെ 5 എണ്ണമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് ഫ്രം ഇസ്തംബുൾ, തായ്ലൻഡ്, അതിനകത്തൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. നേപ്പാൾ, ഇത് ഇറ്റലി, ആൻഡ് ഇതെവിടെ കൊളംബോ, ശ്രീലങ്ക. അപ്പോൾ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കളക്ട് ചെയ്ത് ഈ ഒരു ഫുൾ സ്പേസ് എനിക്ക് നിറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഇടുന്നതെങ്കിൽ അപ്പം നമുക്ക് കാണാം ഇത് നിറയില്ലയോ എന്നുള്ളതൊക്കെ. ഞാൻ സാധാരണ ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ ബ്രഷ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടതിൽ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഒരു പുള്ളിക്കാരി. അതായത് മറ്റുള്ളവർ ബ്രഷ് ചെയ്യണ കാണുമ്പോൾ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടെന്ന്. അത് കാരണമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ കവർ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇന്നലെ ഇരുന്ന് കണ്ടു എന്ന്. ആ വീഡിയോ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഒരു ചേഞ്ചായിട്ട് എന്നിൽ തോന്നിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഈ ചിക്കൻ പോക്സ് വന്നിട്ട് അതിൻ്റെ ഒരുപാട് സ്കാർ, അതായത് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ എൻ്റെ ഫേസ് നിറച്ച് അതിൻ്റെ സ്കാറായിരുന്നു. ആ സ്കാറിൽ ഒരെണ്ണം പോലും എൻ്റെ ഫേസിൽ ഇല്ല എന്നുള്ളതാണ്. ഉണ്ട്, ഒരെണ്ണം പോലും ഇല്ല എന്നല്ല, ഒരെണ്ണം ഉണ്ട്, ഒരേ ഒരെണ്ണം ആ കണ്ണിൻ്റെ സൈഡിൽ കാണുന്ന ഒരേ ഒരു സ്കാർ. അതൊഴിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന എല്ലാ സ്കാറും ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യും, കുറേ ഹോം റെമഡീസ് യൂസ് ചെയ്യുന്ന വഴി പോയി. എനിക്കിപ്പോഴും മേക്കപ്പ് അത്ര ഇമ്പ്രൂവ് ആയിട്ടില്ല. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നത് സ്കിൻ കെയർ ആണ്. അത് ഞാൻ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടോ എന്തോ ദൈവത്തിനറിയാം. ഈ സൺസ്ക്രീൻ്റെ ആത്മാവ് വരെ പുറത്ത് വന്നു തുടങ്ങി. എന്നാലും ഇനിയും കുറച്ച് അതിനകത്തുനിന്ന് വരാനുണ്ട്. അപ്പോൾ അത് കാരണം അതിടാൻ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ വെറുതെ പുതിയതെടുത്ത് കളയണ്ട, പഴയതിൻ്റെ ആത്മാവ് തന്നെ പുറത്തെടുത്ത് ഉപയോഗിക്കാം.
മുഖത്ത് മാത്രം ചെയ്താൽ പോരല്ലോ, ബോഡി ലോഷനും വേണം. ഇത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബോഡി ബട്ടറാണ്. ബോഡി ബട്ടർ. എനിക്കിതിൻ്റെ യോഗേർട്ടും ഇഷ്ടമാണ്. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോഴും ഞാനിത് വാങ്ങിക്കൊണ്ട് പോകും. ഇത് ബോഡി ഷോപ്പിൻ്റെ ബ്രിട്ടീഷ് റോസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മണം. അടിപൊളിയാണിത്. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും 1 മണി ആയെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷെ ഞാൻ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാല്ലായിരുന്നെങ്കിൽ ഈ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പം ഞങ്ങൾ എല്ലാവരുമാണ് ഉള്ളത്. ഞാൻ, അമ്മ, അനിയത്തി, അരുൺ. അപ്പം നമ്മളെല്ലാവരുമാണ് ഉള്ളത്. അപ്പോൾ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നത്. അത്ര നേരം ഞാൻ ഫോണും വെച്ച് ഇങ്ങനെ ഫോണും നോക്കി ഇങ്ങനെ കിടക്കും. എനിക്കൊന്നിനും വയ്യാത്തുള്ളൊരു അങ്ങനെ ഒരു സ്വഭാവമായി പോയി എൻ്റെ ഇത്. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറായി പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കണ്ട കിച്ചൺ ഞാൻ പറഞ്ഞില്ലേ, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എസ്തെറ്റിക്സ് ടുഡേ. ഇപ്പം എങ്ങനെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടൊരു 10 ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 10 പേര് പോലും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് ഉള്ള വീഡിയോ കണ്ട് എനിക്ക് ഹാപ്പിയായി. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, ഇനി സന്തോഷം ഉണ്ടാകുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ വീഡിയോ എടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഇത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് മുട്ട പുഴുങ്ങിയതും ബ്ലൂബെറി ഷേക്കും. ഇപ്പോൾ ബ്ലൂബെറി ഷേക്ക് ഇല്ലായിരുന്നെങ്കിൽ മുട്ട പുഴുങ്ങിയതും പച്ചവെള്ളവും കൂടി കുടിച്ചേനെ. അപ്പോൾ ഇന്ന് ബ്ലൂബെറി ഉള്ളത് കൊണ്ട് നമുക്ക് ബ്ലൂബെറി ഷേക്ക് അടിക്കാം. ഓക്കെ, ഈ കിച്ചണിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സ്പേസ് ആണ് ഈ കിച്ചൺ. കാരണം ഭയങ്കര ചെറിയൊരു കിച്ചണുമാണ്. ഇത്രേ ഉള്ളൂ കിച്ചൺ ഇത്രയേ ഉള്ളൂ താനും. പിന്നെ എന്താണ്, ഇരുട്ട്. ഈ കിച്ചണിൽ അത്ര വെളിച്ചമില്ല. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കിച്ചണിൽ കുറച്ചുകൂടെ വെളിച്ചം വേണം. നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് എൻ്റെ നിഴൽ വീണിട്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ല. അത്ര വെട്ടവും വെളിച്ചവും ഇല്ലാത്തൊരു കിച്ചൺ. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ ബ്ലൂബെറി ഷേക്ക് അടിക്കാം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഓക്കെ, ഈ മൈക്ക് ഞാൻ ആക്ച്വലി ഒരുപാട് നാൾക്ക് മുമ്പ്, മേ ബി ലൈക്ക് അറൗണ്ട് 5 months എഗോ വാങ്ങിച്ചതായിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫാണ് ഞാൻ ഇങ്ങനെ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഥ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് എടുത്തിരിക്കുന്ന ബ്ലൂബെറീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല യമണ്ടൻ സൈസിലുള്ള ബ്ലൂബെറീസ് ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇത്ര വലിയ ബ്ലൂബെറീസ്. എല്ലാ ബ്ലൂബെറീസും കാരിഫോറിൽ പോയപ്പോൾ അവിടെ എന്തോ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാങ്ങിയതാണ് ബ്ലൂബെറീസ്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം കൂടി അടിച്ചൊരു ഷേക്ക് ആക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ഇവിടെ നിന്നിട്ട് എൻ്റെ ബളുബുളു ഒന്നും കേൾപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ കാണാം, ഡൈനിങ് ഹാളിൽ. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അത്ര സുഖമില്ല. കാരണം ഞാൻ സാധാരണ ഈ ഷേക്ക് അടിക്കുമ്പം കുറച്ച് പാല് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസാക്കിയിട്ട് അങ്ങനെ അടിക്കും. സാധാ നമ്മളൊക്കെ വീട്ടിൽ പണ്ടൊക്കെ ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റേ കപ്പലണ്ടിയും അതും ഇതുമൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ നട്ട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പണ്ടടിച്ച് കുടിക്കില്ല. അതേപോലെയാണ് ഞാൻ കൂടുതലും ഇപ്പം ഷേക്ക് അടിക്കുക. മുമ്പ് എനിക്ക് അത്ര അതിൽ വലിയ അങ്ങനെ അടിച്ചു കുടിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെ അടിച്ചു കുടിച്ചിട്ട് ഇത് കുടിച്ചപ്പോൾ അത്ര ഒരു സുഖമില്ല. ഓക്കെ, ഇപ്പം ഈ പറയുന്ന കാര്യം കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സമയമെടുത്ത് മിക്കപ്പോഴും വീട് നല്ല വൃത്തിയാക്കാറുണ്ട്. അതായത് തൂക്കാനും തുടയ്ക്കാനും തുണി മടക്കി വെക്കാനും അങ്ങനെ ഇങ്ങനെയും. പക്ഷേ ഒരു ദിവസം ഞാനൊരു ഏതെങ്കിലും ഒരു നേരം ഒന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ടൈം മതി ഈ ഫുൾ വീടും ഞാൻ തല തിരിച്ചു വെക്കും. എസ്പെഷ്യലി എൻ്റെ അലമാര. അത് ഞാൻ എത്ര വൃത്തിയാക്കിയാലും തുണി ഞാനിനി എത്ര മടക്കി എന്ന് പറഞ്ഞാലും ശരി, അത് നേരെയാവില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വാർഡ്രോബിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡ് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് മറ്റൊരു പണിയും.
ഞാൻ പിന്നെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വലയടിക്കാറുണ്ട്. കാരണം വീട്ടിൽ ഇപ്പോൾ അരുണാണെങ്കിൽ ചിലന്തീനെ കുറച്ച് പേടിയാണ്. ഇവിടെ കാണുന്ന മറ്റേ കുഞ്ഞു ചിലന്തിയല്ല, പക്ഷെ മറ്റേ വലിയ ചിലന്തി, ഞാനിതുവരെ അതിനെ ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പണ്ടൊരു വീട്ടിൽ പോയപ്പോൾ അവർ പറയുന്ന കേട്ടിട്ടുള്ളതാണ്, വീട്ടിൽ വലയടിക്കുമ്പോൾ പെൺകുട്ടികൾ അല്ല പെണ്ണുങ്ങൾ വലയടിച്ചാൽ വല കൂടും, ആണുങ്ങൾ വേണം വലയടിക്കാൻ, എങ്കിലേ വല കുറയുള്ളൂ എന്നൊക്കെ. എന്താ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നെനിക്കറിയില്ല. അതും ഇനി പണ്ടുള്ള വീടുകളിലൊക്കെ ഈ റൂഫൊക്കെ കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ലേഡീസിന് എത്താൻ പറ്റാത്തത് കൊണ്ട് പണ്ടുള്ളവരുണ്ടാക്കിയ ഒരു സിസ്റ്റമാണോ ഇനി ആണുങ്ങൾ വലയടിച്ചാൽ മതി എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ ചിലന്തിക്ക് പറയണേ? ഞാൻ പറഞ്ഞേ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോൾ എൻ്റെ അവിടെ ചിലന്തി, അതായത് സ്പൈഡറിനെ പറയുന്നത് ചിലന്തി എന്നാണ്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് വേറെ വേറെ വാക്കുകളാണ് അതിന്. പക്ഷെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ആണെങ്കിൽ അവരെല്ലാം പറയുന്നത് എട്ടുകാലി എന്നാണ്. എന്നിരുന്നാലും എന്തായാലും ഞാൻ അതിനെ കാണുമ്പോൾ തല്ലിക്കൊല്ലാറുണ്ട്, പേരെന്തായാലും. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പണികൾ കഴിഞ്ഞു എന്ന് വെച്ചാൽ തൂത്ത് കഴിഞ്ഞു. ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, അതേതാണ് ഞാൻ കാണിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഒരു ദിവസത്തിലെ ഒരു 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ ഒരു മേ ബി ഒരു 2 hours ഞാൻ കിച്ചണിലും അങ്ങനെ ഹോളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. ബാക്കി ഒരു ഓൾമോസ്റ്റ് ഒരു 22 hours ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു റൂമിലാണ്. ഞാൻ പറഞ്ഞില്ല, ഐ എം സോ അഡിക്റ്റഡ് ടു മൈ ബെഡ്. അതിന് നാട്ടിലായാലും ഇവിടെ ആയാലും എവിടെ ആയാലും, അങ്ങ് UK യിലായിരുന്നപ്പോഴും ഒക്കെ ഞാനിങ്ങനെ ഒരു പുതപ്പൊക്കെ മൂടി ബെഡിൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഒരു 2 മണിക്കൂറിൽ കഴിയും. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കണം, കുറച്ച് നേരം. പിന്നെ വേറെ പരിപാടിയൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, തുണിയൊക്കെ കഴുകണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഈ ബ്ലൂബെറി ഷേക്കിൽ ഓടും. അപ്പോൾ ആ ഒരു എനർജി വെച്ച് ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. എനിക്കറിയില്ല ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുമെന്ന്, കാരണം ദിസ് വീഡിയോ വിൽ ബി ടു ലോങ്. ഓൾറെഡി എൻ്റെ വാചകവടി കുറേ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ പോരെ, നോക്കാം. എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടന്ന് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ തന്നെ ഞാൻ പൊങ്ങുമെങ്കിൽ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി. നമുക്കിവിടെ നിന്ന് സംസാരിക്കാം. ആദ്യം പറഞ്ഞു തന്നത്, സാധാരണ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിയും. അതായത് ഒരു 1 hour അല്ലെങ്കിൽ മാക്സിമം ഒരു, ഞാൻ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി മാക്സിമം ഒരു 2 hours ഞാൻ കുക്ക് ചെയ്ത്. ഇനി ഞാൻ കട്ട് ചെയ്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് പോകുമ്പോൾ ഞാൻ അതെടുത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് തരും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ വീഡിയോയും കൂടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ വീഡിയോ എൻ്റെ വാചക കസർത്ത് കാരണം കുറച്ച് ലോങ് ആണ്. അപ്പോൾ എനിക്കിനി വീണ്ടും വലിച്ച് നീട്ടണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ എടുത്ത് വരുന്നത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ നാളെ ഉണ്ടാവാം, ചിലപ്പോൾ മറ്റന്നുണ്ടാവാം, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവാം, അറിയില്ല. ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഇനി അടുത്ത ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ എൻ്റെ കയ്യിലൊരു കൊച്ചുണ്ടാവാം, അറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇവിടം വരെ എത്തിയെങ്കിൽ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സീ യു next time. I don't know when. Thank you so much. Bye.